ഹായ് കുട്ടികളെ, വെൽക്കം ടു ഈസി മാത്സ് ബൈ നീനു. ഇന്ന് ക്ലാസ് 10ലെ ഒരു പുതിയ ടോപ്പിക് ആട്ടോ എടുക്കുന്നത്. അതായത് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞ 5th ചാപ്റ്റർ ആണ് എടുക്കുന്നത്. CBSE കുട്ടികളെ ബേസ് ചെയ്താണ്. ഞാൻ സ്റ്റേറ്റ് ബോർഡിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസ് എടുത്തിരുന്നു. അത് തന്നെയാണ് ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ബട്ട് അപ്രോച്ച്, അതായത് CBSE സ്റ്റുഡൻസ് ഈ ക്വസ്റ്റ്യനിലേക്കുള്ള അപ്രോച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പം ഞാൻ ഓർത്തു ആ ടോപ്പിക്കും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തേക്കാന്ന്. അപ്പോൾ വാട്ട് ഈസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമുക്ക് നോക്കാം. ആക്ച്വലി 2 ഇക്വേഷൻസ് മതി നമുക്കിതിൽ. ആ ഇക്വേഷൻസ് വെച്ച് തന്നെയാണ് ഇതിൽ MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. 2 മാർക്സ്, 1 മാർക്ക്, ഈവൻ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ആ 2 ഇക്വേഷൻസ് വെച്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് പോകാം, എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് നോക്കാം. ഇപ്പം നമുക്ക് ഇപ്പം നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് എടുക്കുകയാണ്, 1 2 3 4 എക്സെട്ര. അല്ലെങ്കിൽ നമ്മൾ ഈവൻ നമ്പേഴ്സിൻ്റെ ഒരു സെറ്റ് 2 4 6 8 എക്സെട്ര. അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സിൻ്റെ ഒരു സെറ്റ്, ദാറ്റ് ഈസ് 1 3 5 7 9 എക്സെട്ര. അപ്പം നമ്മൾ ഇവിടെ എല്ലാം നോക്കുമ്പോൾ ദർ ഇസ് എ പാറ്റേൺ. ഒരു പാറ്റേണിലാണ് ഇത് പോകുന്നത്, അല്ലേ? ഓരോ നമ്പറും 1 ആഡ് ചെയ്ത് പോകുന്നതാണ് ഫസ്റ്റിൽ നമ്മൾ കാണുന്നത്, അല്ലേ? അതായത് 1 + 1 ചെയ്യുമ്പോൾ 2, 2 + 1 ചെയ്യുമ്പോൾ 3, 3 + 1 ചെയ്യുമ്പോൾ 4. അപ്പോൾ പ്രിസീഡിങ്ങിനും സക്സീഡിനും തമ്മിൽ എന്തെങ്കിലും ഒരു കോമൺ ഡിഫറൻസ്, അല്ലെങ്കിൽ അതിന് എന്തോ ഒരു നമ്പർ, കോമൺ ആയിട്ട് എന്തോ ഒരു നമ്പർ പ്രിസീഡിങ് നമ്പറിൽ ആഡ് ചെയ്യുമ്പോഴാണ് സക്സീഡിങ് നമ്പർ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഈവൻ നമ്പേഴ്സിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ അതിൻ്റെ സീരീസ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പാറ്റേൺ കാണുന്നുണ്ട്. എന്താ? +2 ആഡ് ചെയ്ത് പോവാം. 2 + 2 4, 4 + 2 6, 6 + 2 8 അങ്ങനെ പോകുന്നു. സിമിലർലി ഇവിടെയും +2 ആണ്. ഓഡ് നമ്പറിൻ്റെ സീരീസ് എടുത്താലും +2 ആണ് ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾക്ക് ഓരോ പ്രിസീഡിങ്ങും സക്സീഡിങ് തമ്മിൽ ഒരു കോമൺ ഡിഫറൻസ്, അതല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുവാണെങ്കിൽ ഒരു പ്രിസീഡിങ് നമ്പറിൽ എന്തോ ഒരു നമ്പർ നമ്മൾ ആഡ് ചെയ്ത് പോകുമ്പോൾ യു വിൽ ഗെറ്റ് ദ സക്സീഡിങ് നമ്പർ. ആ സെയിം നമ്പർ തന്നെ ആ സക്സീഡിങ് നമ്പറിൽ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത നമ്പർ കിട്ടുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സീരീസിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചില വേർഡിങ്സ് ഉണ്ട്. നമ്മൾ N, AN, AD, ഇതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ കേൾക്കുന്ന പല ആൽഫബറ്റ്സ്. അതിൽ N എന്ന് പറഞ്ഞാൽ nth ടേം, അതായത് എത്രാമത്തെ ടേം. അപ്പം നമ്പർ നോ മാറ്റർ 1 2 3 അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്, 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് N. A എന്ന് വെച്ചാൽ എത്രാമത്തെ ടേം ആണ്. N ആക്ച്വലി ആ സീരീസിൽ ഈ ഒരു നമ്പറിന്റെ പൊസിഷൻ കാണിക്കാനാണ്. A എന്ന് വെച്ചാൽ ആ nth പൊസിഷനിലുള്ള നമ്പർ ഏതാണെന്ന്. A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിനെയാണ് നമ്മൾ A എന്ന് പറയും, അല്ലെങ്കിൽ A1 വാട്ട് എവർ ഇറ്റ് ഈസ്. D എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, അതായത് നമ്മളിപ്പോൾ ഈ +1 +2 എന്ന് പറഞ്ഞ് ആഡ് ചെയ്ത് പോകുന്ന നമ്പേഴ്സ് ഇല്ലേ, അതിനെയാണ് കോമൺ ഡിഫറൻസ് ആയ D എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മളിപ്പോൾ D എന്നുള്ള എന്താ പറയുന്നത്, കോമൺ ഡിഫറൻസ്, അല്ലേ? ഇപ്പോൾ D എന്നുള്ള കോമൺ ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് അറിയണമെങ്കിൽ നമ്മൾ ഇപ്പോൾ A2 - A1 ചെയ്യാം, A3 - A2 ചെയ്യാം, അങ്ങനെ ചെയ്തു പോകണം. അതായത് സക്സീഡിങ് മൈനസ് പ്രിസീഡിങ്. ഇപ്പോൾ സക്സീഡ് ചെയ്ത് പോകുന്ന നമ്പർ ഇന്ന് മൈനസ് ചെയ്യുക പ്രിസീഡിങ് നമ്പർ, അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ്. ഇപ്പം അങ്ങനെ ഒരു സെയിം വാല്യൂ തന്നെയാണ് A2 - A1 A3 - A2 നമ്മൾ ചെയ്ത് വരുമ്പോൾ കോമൺ ഒരു നമ്പർ ആണെങ്കിൽ അതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അത് ആ സീരീസ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ് പോകുന്നതെന്ന് നമുക്ക് പറയാം. അപ്പോൾ ദാറ്റ് ഈസ് എ ജനറൽ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. അതെല്ലാം പല സ്ഥലങ്ങൾ, ഇപ്പോൾ പല പൊസിഷൻ, ഇതെല്ലാം അടുത്തുള്ളതല്ലാണ്ട് പല പൊസിഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കി തരാം. പിന്നെ നമ്മൾക്ക് ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്, AN. ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഉള്ള ഈ സീരീസ്, ഇപ്പോൾ A5 അല്ലെങ്കിൽ A10 അങ്ങനെയുള്ള ഒരു പൊസിഷനിലുള്ള, ഇപ്പോൾ ഇത് നമ്മൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് 1 ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ. ഇപ്പോൾ ചോദിക്കുവാണ് A10th പൊസിഷൻ, അതായത് 10th പൊസിഷനിലുള്ള ഈ സീരീസ്, ഈ പർട്ടിക്കുലർ സീരീസിൽ 10th നമ്പർ എത്രയാണ്, 10th ആയിട്ടുള്ള നമ്പർ ഏതാണെന്ന് അറിയാനായിട്ടുള്ള ഇക്വേഷനാണ് A + n - 1 D എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ A10 ആണ് നമ്മൾ അറിയണമെങ്കിൽ ഈ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ 10 ഇട്ടുകൂടാ. A10 = A + n എന്ന് പറഞ്ഞാൽ നമ്മൾ 10 - 1 × D. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? A10 = A + 9D. അപ്പോൾ A10 ആണെങ്കിൽ ഫസ്റ്റ് ടേം +9 ടൈംസ് ഓഫ് കോമൺ ഡിഫറൻസ്. അത് ജനറലി എല്ലാത്തിനും നമുക്ക് ഇങ്ങനെ കാണാണ്ട് ഇങ്ങനെ എഴുതാം.
A5 ആണെങ്കിൽ A+4D അങ്ങനെ വരും. A6 ആണെങ്കിൽ A+5D. ഇപ്പൊ A20 ആണ് ചോദിക്കുന്നെങ്കിൽ A+19D. ഇപ്പൊ ഈ 19 അപ്പൊ n-1 ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പൊ n-നേക്കാളും ഒരെണ്ണം കുറച്ച് d ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഫസ്റ്റ് ടേമുമായിട്ട് ആഡ് ചെയ്യുക, സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദറ്റ് ടേം ഇൻ ദ കൺസേൺ പൊസിഷൻ അല്ലേ. കൺസേൺ പൊസിഷനിലുള്ള ആ ടേം വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഇതിൽ ഈ ഒരു ഇക്വേഷനാണ് ഫസ്റ്റ് ഞാൻ ഇതിന് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് പല രീതിയിൽ. അപ്പൊ ഇതിൽ നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് ചില ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ടാവും, ഏത് പൊസിഷനിൽ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതായത് n തന്നിട്ടുണ്ടാവും, കോമൺ ഡിഫറൻസ് തന്നത്. അപ്പൊ ജനറൽ ഡയറക്റ്റ് ഇക്വേഷൻ an = a+n-1d. ചില കേസിൽ നമുക്ക് an തന്നിട്ടുണ്ടാവും, n തന്നിട്ടുണ്ടാവും, d തന്നിട്ടുണ്ടാവില്ല, d തന്നിട്ടുണ്ടാവും, എന്നിട്ട് a കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഏതെങ്കിലും ഇതിൽ 4 അൺനോൺസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും 3 നമുക്ക് നോൺ ആണെങ്കിൽ 4th one കണ്ടുപിടിക്കാം. അപ്പൊ അങ്ങനെയാണ് ഇതിൽ ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. പിന്നെ ഉള്ളത് സം ഓഫ് ടേംസ് ആണ്, അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും പറയുന്നത്. ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ഫൈൻഡ് ദ 11th ടേം ഓഫ് ആൻ AP -5 -5/2 0 5/2 ഇസ്. അപ്പോൾ ഈ സീരീസ് ഒരു AP ആണ് തന്നിട്ടുണ്ട്, അതിന്റെ 11th ടേം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ജനറലി അറിയാലോ A11 എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാനിത് മാർക്ക് ചെയ്യണം. A11 എന്ന് പറഞ്ഞാൽ A+10D ആണ് അല്ലേ, A+n-1D ആണ്. അപ്പൊ നമ്മൾ കുറച്ച് നേരം കേട്ടല്ലോ വാട്ട് ഇസ് AN എന്ന് പറഞ്ഞു, അതിൽ ഞാൻ അത് n-1 n11 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ A+10D കിട്ടി. അപ്പൊ ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഇതിൽ നമുക്ക് ഫസ്റ്റ് ടേം അറിയണം, D അറിയണം. അപ്പൊ നമുക്ക് സീരീസ് ചെയ്ത് ഡയറക്റ്റ് കണ്ടുപിടിക്കാമല്ലോ. A എന്താണ് വന്നത്, A = -5. ഇനി D എങ്ങനെ കണ്ടുപിടിക്കണേ, D is A2 - A3. സീരീസ് A2 - അല്ല A2 - A1 അല്ലെങ്കിൽ A3 - A2, ഏതെങ്കിലും പ്രിസീഡിങ് മൈനസ് സക്സീഡിങ് മൈനസ് പ്രിസീഡിങ് ചെയ്താൽ മതി. അപ്പോൾ -5/2 -5. അപ്പോൾ സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ ചെയ്യുക ചെയ്ത്. അപ്പോൾ ദാറ്റ് വിൽ ബി -5/2 + 5i. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -5/2. ഇനി നമുക്ക് LC എടുക്കാം അല്ലേ. അപ്പോൾ ദാറ്റ് പ്ലസ് 10 divided by 2. So we can write this is equal to 5/2 അല്ലേ. 5/2 എന്നാണ് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A നമുക്ക് ഓൾറെഡി അറിയാം, ഇറ്റ് ഈസ് സോ A11 is equal to -5 + 5/2. അപ്പോൾ എന്താ വരുന്നത്, -5 × 10 എന്ന് പറയുമ്പോൾ -10 + 5/2. സോ ഇങ്ങനെയല്ല വരുന്നത്, -5 ഹോൾ ഡിവൈഡഡ് ബൈ 2 വരുവേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -5/2. അപ്പോൾ A11th ടേം ഈസ് ഈക്വൽ ടു വാട്ട്, -5/2. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. അതുപോലെ -5/2 നെഗറ്റീവ് ടേംസ് ആയതുകൊണ്ട് മൈനസ് ഇടാനും മറന്നു പോകരുത്, അങ്ങനെയാണെങ്കിൽ ആൻസർ തെറ്റും. അപ്പോൾ A11th ആൻസർ ഇസ് A11 is equal to -5/2. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 6/5 A എന്നാട്ടോ എഴുതിയിരിക്കുന്നത്, 6/5 A 4 are in AP, then find the value of A എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 3 ടേംസും AP-ലാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ A കണ്ടുപിടിക്കാൻ, AP ആണെങ്കിൽ they will have a common difference. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് D നമുക്ക് 2 രീതി എഴുതാം. either we can write as A2 - A1 or we can write it is equal to A3 - A2. ഇപ്പോൾ A2 - A1 നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതും, A - 6/5. or we can write ഇത് ഇത് നമ്മൾ LC എടുക്കുവാണെങ്കിൽ 5A - 6 divided by 5. അതുപോലെ A3 - A1 ചെയ്യുമ്പോൾ 4 - A. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ, രണ്ടും ഒന്നാണല്ലോ, കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും, കാരണം ഇത് AP ആണ്. അപ്പോൾ ദാറ്റ് ഈസ് 5A - 6 divided by 5 is equal to 4 - A. So 5A - 6 ഇത് നമുക്ക് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. So that will be 5 × 4 - A എന്ന് പറയുമ്പോൾ 20 - 5A എന്ന് വരും. ഇനി നമുക്ക് എങ്ങനെ എഴുതാം, ഇത് എന്താ ട്രാൻസ്പോസിങ് ചെയ്യാം ഇങ്ങോട്ടും. നമുക്ക് അൺനോൺ ടേംസ് ഒരു സൈഡിലും ആക്കി
ടേംസ് അതർ സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ 5 + 5a എന്ന് വരും. ദാറ്റ് ഇസ് 10a. ദാറ്റ് ഈസ് ഈക്വൽ ടു 26 എന്ന് വരും. 20 + 6 ഇത് -5a ഇങ്ങോട്ട് വരുമ്പോൾ +5a, അതാണ് 10a വരുന്നത്. -6 ഇങ്ങോട്ട് പോകുമ്പോൾ +6. അപ്പോൾ ദാറ്റ് വിൽ ബി 26. സോ a is equal to 26 divided by 10. ഇത് നമുക്ക് കോമൺ ഫാക്ടറായി 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ വെൻ യു ആർ ഡിവൈഡിങ് യു വിൽ ഗെറ്റ് 13/5. സോ a വാല്യൂ ഇസ് 13/5. അപ്പോൾ നമ്മൾ എന്ത് വെച്ച് ഇതെല്ലാം ചെയ്തേ? കോമൺ ഡിഫറൻസ്. ഇത് രണ്ടും എ പിയിലാണ് പറഞ്ഞുകൊണ്ട് ദേ ഹാവ് എ ഡിഫറൻസ് വിച്ച് ഇസ് കോമൺ. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ഇത് രണ്ടും ചെയ്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിലും അത് തന്നെയാട്ടോ ചെയ്യുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് k. 2k, k+1, 3k + 2 ആർ ഇൻ എ പി. ഇപ്പോൾ എ പിയിൽ ആവണമെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കണം? അപ്പോഴും നമ്മൾ എന്താണ്? കോമൺ ഡിഫറൻസ്. ദേ ഹാവ് എ ഡിഫറൻസ് ദാറ്റ് ഇസ് കോമൺ. ആ ഒരു കൺസെപ്റ്റിൽ തന്നെ ഇത് ചെയ്യാം. അപ്പോൾ സോ ദിസ് ഇസ് b can be written as a2 - a1, also a3 - a2. But this can be 3k + 2 നേടാം. 3k + 2 മൈനസ്, ഞാൻ ആദ്യം ഇതാട്ടോ ഇത്, a3 - a2. 3k + 2 - k + 10. അത് ദാറ്റ് ഈസ് ഇക്വേറ്റഡ് ടു, ഇത് ഇവിടെ എഴുതിയതുകൊണ്ടാട്ടോ വീണ്ടും എഴുതാത്തത്. ദാറ്റ് ക്യാൻ ബി ഇക്വേറ്റഡ് ടു k + 1 - 2k. So this will be equal to 3k - k ചെയ്യുമ്പോൾ എന്താവും? 2k ആവും അല്ലേ? പിന്നെ +2 - 10 ദാറ്റ് ഇസ് -8. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് ജസ്റ്റ് ഓൾജിബ്ര എക്സ്പ്രഷനിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ k ടേം, k ഉള്ളതെല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ വട്ടെവർ. പിന്നെ നമ്മുടെ കോൺസ്റ്റൻസ് ഒക്കെ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യാം, അതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ k - 2k എന്ന് പറയുമ്പോൾ -k + 10. ഇനി k ടേംസ് ഒക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 2k ഇങ്ങോട്ട് k ആവുമ്പോൾ ദാറ്റ് ഇസ് +k ആവും. അപ്പോൾ ദാറ്റ് ഇസ് 3k. 3k ഈസ് ഈക്വൽ ടു 10 ഇതിൻ്റെ സൈഡിലേക്ക് നമ്മൾ -8 കൊണ്ടുപോകുകയാണെങ്കിൽ +8 ആവും. സോ 10 + 8 ദാറ്റ് ഇസ് 18. സോ k ഈസ് ഈക്വൽ ടു 18/3 ദാറ്റ് ഇസ് ഈക്വൽ ടു 6. അപ്പോൾ 6, കെയുടെ വാല്യൂ 6 ആവുമ്പോൾ മാത്രമേ ഇതൊരു എ പിയിലാവുള്ളൂ. നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ k വാല്യൂ നമ്മൾ 6 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 2k will be what? 2 × 6 that is 12. അടുത്തത് k + 10, അതായത് 6 + 10 ചെയ്യണം അല്ലേ? that is equal to 16. നെക്സ്റ്റ് ടേം is 3k + 2, that is 3 × 6 + 2, that is 3 × 2, that is 3 × 6 that is 18. 18 + 2 that is 20. എന്താണ് ഇവിടെ കോമൺ ഡിഫറൻസ് വന്നേ? 16 - 12 that is 4. 20 - 16 that is 4. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇവിടെ d = 4 ആണ്. പക്ഷെ അവിടെ ചോദിച്ചിട്ടില്ല ഫോർ വാട്ട് വാല്യൂ ഓഫ് k എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വാല്യൂ 6 വരെ എത്തി. പക്ഷെ മനസ്സിലാവാൻ വേണ്ടി കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ k വാല്യൂ 6 ആവുമ്പോൾ മാത്രമേ ഇത് ഒരു എ പിയിലാവുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെക്സ്റ്റ് 2 ടേംസ് ഓഫ് AP. √2, √8, √18. ഇപ്പോൾ റൂട്ട്സിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ കോമൺ ഡിഫറൻസ് വേണമല്ലോ നമുക്ക്. നെക്സ്റ്റ് 2 ടേംസ്, അതായത് 4th, 5th ടേമും വേണം അല്ലേ? അപ്പോൾ d എങ്ങനെ കണ്ടുപിടിക്കും അല്ലേ? √2, √8, √18. അപ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറഞ്ഞേ, ഒരു √2 എന്തെങ്കിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാം. ഇപ്പോൾ 8നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? 2, 4, 2, 2, 2. അപ്പോൾ √8 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? √2 × 2 × 2. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് ഇങ്ങനെ √2 × 2 4, അതായത് √4. അപ്പോൾ അത് 2 പുറത്തെടുക്കാം. പിന്നെ ബാക്കി എന്താ ഉള്ളത്? 2√2. അപ്പോൾ നമുക്ക് √2 അങ്ങനെ തന്നെ കിടക്കട്ടെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫർദർ നമുക്ക് ഒന്നും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. √2 തന്നെ. √8 ക്യാൻ ബി റിട്ടേൺ ആസ് √2 എന്ന് എഴുതാം. ഇനി നമുക്ക് √18 ആണ് നെക്സ്റ്റ്. √18 നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ that will be 2, 9, 3, 3, 3. ഇങ്ങനെ 3 നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം അല്ലേ? അങ്ങനെയല്ല നമ്മൾ ഇതിൽ ഇപ്പം ഇവിടെ ചെയ്ത പോലെ തന്നെ √2 × 3 × 3. അപ്പോൾ നമ്മൾ റൂട്ട് എടുക്കുമ്പോൾ ദിസ് ഒരു പെയർ എടുത്ത് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഔട്ട്സൈഡ്. സോ ദാറ്റ് ഇസ് 3√2. അപ്പോൾ നെക്സ്റ്റ് നമ്പർ ഇസ് 3√2. അപ്പോൾ എന്താണ് ഇവിടെ കോമൺ ഡിഫറൻസ്? d is what? 2√2 - √2. അതായത് √2 × 2 - 1, or you can write √2 is the common difference. √2 കൂടിയാണ് പോകുന്നത് അല്ലേ? അപ്പോൾ എന്തെന്ന് എഴുതാം? അപ്പോൾ
A4ഉം A5ഉം ആണ് നെക്സ്റ്റ് 2 ടേംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. A4 can be written as 3 root 2 plus root 2. അപ്പോൾ what is that? That is 4 root 2 അല്ലേ? ഇപ്പോൾ A5 എങ്ങനെയായിരിക്കും? 4 root 2 plus root 2. So that is 5 root 2. ഇപ്പം ആക്ച്വലി ഈ നമ്പർ ആയിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പം 4 root 2 5 root 2 എന്നാണ്. പക്ഷെ അതിൻ്റെ ഇങ്ങനെ 18 റൂട്ട് അത് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്വയർ ഏത് നമ്പറാണോ പുറത്തെടുത്തേക്കണേ അതിൻ്റെ സ്ക്വയർ ഇൻറ്റു 2 ചെയ്താൽ മതി. അതായത് 16 ഇൻറ്റു 2 ചെയ്യണം. അപ്പോൾ ദാറ്റ് ഇസ് അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തേക്കണേ. 3യുടെ സ്ക്വയർ 9 ഇൻറ്റു 2 ചെയ്താണ് റൂട്ട് 18. ഇവിടെ അതുപോലെ തന്നെ 2ൻ്റെ സ്ക്വയർ ഇൻറ്റു 2 ചെയ്താണ് റൂട്ട് 8. അതുപോലെ ഇവിടെ 4 സ്ക്വയർ. അപ്പോൾ അതായത് A4ന് നമുക്ക് ഇങ്ങനെ എഴുതാം. A4 ക്യാൻ ബി റിട്ടേൺ ആസ് 4 square into 2. Root of 4 square into 2. That is 4 square. 16 into 2. That is root 32. Okay. A5 can. ചിലപ്പോൾ ഇത് ഓപ്ഷൻ ആയിട്ട് അങ്ങനെ ആയിരിക്കും കൊടുത്തേക്കുന്നത്. ഈ 4 root 2 5 root 2 എന്നൊന്നും ആയിരിക്കുമല്ലോ തന്നിരിക്കുന്നത്. അതുകൊണ്ട് മിസ് ഇങ്ങനെ എഴുതിയെന്നുള്ളൂ. അപ്പോൾ this can be A5 can be written as root of 5 square into 2. That is 25 into 2. That is root 50. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ നമ്മൾക്ക് ജസ്റ്റ് ഓപ്ഷൻ ഒന്നും തന്നില്ലെങ്കിൽ നമുക്ക് 4 root 2 5 root 2 എന്നാണ് എഴുതിയാൽ മതി. പക്ഷെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും. 16 into 2 32. ഇവിടെ 25 into 2 that is root 50. അങ്ങനെ എഴുതും. ഓക്കെ. അപ്പം ഇങ്ങനെ റൂട്ടിൻ്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും റിലേഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. If the common difference of an AP is 5, then A18 minus A13 is equal to. Common difference D മാത്രമേ തന്നിട്ടുള്ളൂ. A18 minus A13 ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമേ നമുക്ക് A18 എന്താണെന്ന് എഴുതാം. A18 can be written as A plus 17D എന്ന് എഴുതാലോ. നമുക്ക് A plus n minus 1 Dയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 18ൻ്റെ വാല്യൂ n-ന് 18 വാല്യൂ കൊടുക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി A plus 17D. അതുപോലെ തന്നെ A13 ക്യാൻ ബി ഓൾസോ സിമിലർലി റിട്ടേൺ ആസ് A plus 12D. ഇത് തമ്മിൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? A18 മൈനസ് A13. A18 മൈനസ് A13 എന്ന് വെച്ചാൽ റൈറ്റ് സൈഡ് നമ്മൾ എഴുതുവാണ് A plus 17D മൈനസ് ഓഫ് A plus 12D. അപ്പം എന്താ വരുന്നത്? എയും എയും ക്യാൻസൽ ആയിപ്പോയി. ഫൈനലി 17D മൈനസ് 12D. സോ ദാറ്റ് ഇസ് 5D. ഓക്കെ. അപ്പോൾ D മാത്രം മതി അല്ലേ ഇത് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ A18 മൈനസ് A13 ഈക്വൽസ് 5D. ദാറ്റ് ഇസ് D എവിടെ എന്ത് തന്നിട്ടുണ്ട്? 5 ആയിട്ട് തന്നിട്ടുണ്ട്. സോ 5 into 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 25. അപ്പോൾ നമ്മൾ വാല്യൂ ജസ്റ്റ് നമ്മൾ an എന്നുള്ള nth ടേമിൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നമുക്ക് 5D എന്ന് കിട്ടി. അങ്ങനെ ജസ്റ്റ് ഡയറക്ട്ലി 5 into 5 25 അങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്. ഈ 6th ക്വസ്റ്റ്യൻ നോക്കാം. In an AP, if A is equal to negative 7.2 എന്നാണ് വന്നിരിക്കുന്നത് കേട്ടോ. B 3.6 and AN ഇത് ഡെസിമൽസ് ഉള്ളതാണ്. AN is equal to 7.2 then N is equal to. N-ന്റെ വാല്യൂ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ജനറലി നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താ? AN is equal to A plus N minus 1D. നമുക്ക് ഗിവൺ വാല്യൂസ് എന്തൊക്കെയാണ്? A equals negative 7.2, D equals 3.6. പിന്നെ AN. അപ്പോൾ ഇവിടെ AN തന്നിട്ടുണ്ട്, A തന്നിട്ടുണ്ട്, D തന്നിട്ടുണ്ട്, N മാത്രം മതിയല്ലോ, ബാക്കിയെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ AN ഈക്വൽസ് പോസിറ്റീവ് 7.2. A negative 7.2, AN is പോസിറ്റീവ് 7.2. അപ്പോൾ നമ്മൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 7.2 is equal to നെഗറ്റീവ് 7.2. ഈ ഡെസിമൽ പോയിന്റും അതുപോലെ നെഗറ്റീവ് സൈൻസും ഒന്നും മിസ് ആവരുത്, അന്ന് ആൻസർ തെറ്റും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഈസിയാണിത്. N-1 into D that is 3.6. ഇനി നമുക്ക് എളുപ്പം ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഇത് അകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ഒന്നും ചെയ്യണ്ട, അല്ലാതെ മിസ് കാണിച്ചു തരാം. ഈ 7.2 ഇതും ഇങ്ങോട്ട് എടുക്കാമല്ലോ, നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ എടുക്കുവാണ്. അപ്പോൾ ദാറ്റ് ഇസ് 7.2 plus 7.2 ആണ്. ദിസ് വിൽ ബി റിട്ടേൺ ആസ് 3.6 into N-1. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 7.2 plus 7.2 that is 14.4 and that is equal to 3.6 into N-1. ഇനി നമുക്ക് N-1 equals 14.4 divided by 3.6 എഴുതാലോ. ഇത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ that will be division. ഈ 14 എന്നിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാലോ, N-1
is equal to 144 by 36 into 10 വെച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ you will get 144 by 36. ഈ 144 by 36 വെച്ച് ഡിവിസിബിൾ ആണോ 144? 36 into 4 ചെയ്ത് നോക്കാം. Yes, that is 144. Okay. So n minus 1 is equal to 4. അപ്പോൾ n കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? n is equal to 4. 1 അങ്ങോട്ട് എടുക്കുക. 4 plus 1 that is equal to 5. അപ്പോൾ ഫിഫ്ത്ത് ടേം ഈ ഒരു പർട്ടിക്കുലർ എ പിയിലെ ഫിഫ്ത്ത് ടേം ആണ് എന്ത് 7.2. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ. സോ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ബേസിക്കലി എൻ്റെ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്താം. എനിക്ക് തോന്നുന്നു ഇത് കൊണ്ട് നിങ്ങൾ ആക്ച്വലി സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യാം, എന്നിട്ട് നമുക്ക് സം ഓഫ് n ടേംസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു വീഡിയോയും കൂടെ ഈ an നമ്മുടെ ഫസ്റ്റ് ഇപ്പോൾ ഇക്വേഷൻ പഠിച്ചതിൽ നിന്ന് കുറച്ചുകൂടെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് സം ഓഫ് n ടേംസിലേക്ക് പോകാം. ഓക്കെ, ദെൻ ബൈ, താങ്ക് യു.